ഉണ്ണിയപ്പം ബിസിനസ് തുടങ്ങിയാലോ? തുടങ്ങാം. ചുമ്മാ ഉണ്ടാക്കുക, പാക്കറ്റിലാക്കുക, വിൽക്കുക. ദിവ്യ എല്ലാത്തിനും കൂടുന്നത് എൻ്റെ ഇവിടെ. അതെ അതെ അതെ. എന്നാ മീനാ ഇത്? ഇത് ഊളാവ്. ഊളാവോ? എന്നാ പരിപാടി? ഇന്നേ ഭരണിയോ? എന്നാ വലിയ ഭരണിയാവും. നല്ല രസമല്ലേ? നല്ല നല്ല. കാറ്റ് കയറുമോ? കാറ്റ് കയറില്ല, എയർ ടൈറ്റാ. ആണോ? പിന്നല്ലേ. എന്നാ പരിപാടി? ശർക്കര വെച്ചിട്ട് ഇച്ചിരി ഉണ്ണിയപ്പം ഉണ്ടാക്കിയാലോ? ഉണ്ടാക്കിയിട്ട് എല്ലാരും ഇവിടെ പറയണം പൊടി മാറിയില്ല, തികഞ്ഞില്ല അല്ലേ? തികഞ്ഞില്ല. പഴം ഇരിപ്പുണ്ട്. ഫസ്റ്റ് എന്താ ചെയ്യണ്ടേ? ശർക്കര ഒന്ന് പാനിയാക്കി വെക്കാനാ. അതെ അല്ലേ? ഒരുണ്ടൊന്നും വേണ്ട, ഞാൻ കുറച്ച് അരിക്കേ ഉണ്ടാക്കുള്ളൂ. 1 ഗ്ലാസ് അരിക്കേ ഉണ്ടാക്കുന്നുള്ളൂ, ഒത്തിരി ഒന്നും ഉണ്ടാക്കണില്ല. പക്ഷേ ഒത്തിരി ഉണ്ടാക്കിയാലേ ഞാൻ തന്നെ തിന്ന് തീർക്കും. അതുകൊണ്ട് ഞാൻ കുറച്ച് അരിയേ വെള്ളത്തിലിട്ടുള്ളൂ. ഒരു ദിവസം ഒന്ന് ചുമ്മാ തിന്നാൻ മാത്രം. ആദ്യമേ ഇത് പാനിയാക്ക, ശർക്കര അങ്ങ് ചിരണ്ടിക്കോ. വലിയ ഇഞ്ചക്കാട്ട ശർക്കര ആണല്ലോ നീ. പൊടിച്ച് തല്ലിപ്പൊട്ടിച്ചാ പോരെ? തല്ലിപ്പൊടിച്ചാലും മതി. തല്ലിപ്പൊട്ടിച്ച് നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുത്ത് കഴിഞ്ഞാലോ? ഓ, പിന്നെ അതെല്ലാം കഴുകാൻ നടക്കണ്ടേ? അത് ശരിയാ, ഞാൻ തന്നെ കഴുകേണ്ടി. അതിലും നല്ല കുറച്ചങ്ങ് ചിരണ്ടി എടുത്താൽ മതി. ചേർത്താൻ എളുപ്പമുണ്ടോ? പാടൊന്നുമില്ല. പക്ഷെ ഇത്ര വലിയ ശർക്കര ആയണ്ടേ കൈ പിടിക്കാൻ ഒരുപാട് അല്ലേ? കൈ പിടിക്കാൻ ഒരുപാട്. അത് മുഴുവനൊന്നും വേണ്ടെന്നേ, പകുതി എടുക്കാം. അപ്പൊ അമ്മിതേ ഇത്രയും ശർക്കര മതിയോ? ഇത്രയും മതി. നമുക്ക് പാനിയാക്കാം അല്ലേ? പാനിയാക്കാം. വെള്ളം ഒഴിച്ചേ ഇത് നമുക്കൊന്ന് അലിയിപ്പിച്ചെടുക്കണം, ഉരുക്കിയെടുക്കണം. ഞാൻ ചെയ്യാം. നോക്കി നിന്നോ, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തേ. ഇത് അലുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇത്രയും ഗുരുപുരാന്ന് അരിഞ്ഞില്ലേലും കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ഇപ്പം ഈ ശർക്കര നമ്മൾ പാനിയാക്കാൻ വെച്ചേക്കുവാണ്. നമ്മുടെ ശർക്കര പാനിയാക്കാൻ വെച്ചിട്ടുണ്ട്. തൊട്ടപ്പുറത്തെ മീൻകറിയും റെഡി ആവുന്നുണ്ട്. എന്നാ മീനാണ് ഇത്? ഇത് ഊളാവ്. ഊളാവോ? കേട്ടിട്ടുണ്ടോ ഊളാവെന്ന്? ഊളാവെന്ന് കേട്ടിട്ടില്ല. ഒരു വെറൈറ്റി മീനാണല്ലോ. ഊളാവ് നല്ല മീനല്ലേ? നമ്മുടെ ശർക്കര ഏകദേശം പാനിയായിട്ടുണ്ട്. കട്ടയൊക്കെ മാറി ഒരു ലിക്വിഡ് ഫോമിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ. എന്നാ അമ്മി കുക്കറിനകത്തിരിക്കണേ? ഇത് അമ്മി കുക്കറിനകത്ത് ചോറ് വെക്കണതാ. കുക്കറിന്റെ ഒരു ഇത്രയും ഭാഗത്തോളം വെള്ളമുണ്ട്, ഇത്രയും ഭാഗത്തോളം ഇവിടം വരെ. ഇങ്ങനെ ആദ്യമേ ഈ വിസിൽ മാറ്റി വെച്ചിട്ട് ഇതുപോലെ എയർ വരും. എയർ വരുമ്പോൾ ഇത് സിമ്മയിലേക്ക് ഇട്ടിട്ട് ഇതിങ്ങനെ അടച്ചു വെച്ചു. എന്നിട്ടുണ്ടല്ലോ അവനെ നമ്മുടെ ഈ കുക്കറിന്റെ ഇവിടെ സിമ്മയിലിട്ടാൽ മതി. സിമ്മയിലൊരു 10 മിനിറ്റൊക്കെ ഇട്ടാൽ മതി. ഞാൻ കാണിച്ചു തരാം നേരം കേട്ടോ. ഇപ്പൊ സമയം എന്നായി? 7, 8, 9 ആകുമ്പോഴത്തേക്കും മമ്മി ഓഫ് ചെയ്യും. വിസിൽ പോവില്ല പുറത്ത്. അത് പിന്നെ അതിൽ നിന്ന് ഞാൻ കോരി തടയിലിട്ടാൽ മതി. ചോറന്നെത്താൻ റെഡി ആയി കഴിയും. സേവിങ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. അതെ അതെ. പിന്നെ ചോറ് സാധാരണ കുക്കറി വെച്ച് കഴിഞ്ഞാൽ എപ്പടി അളിഞ്ഞല്ലേ ഇരിക്കണേ. ഇത് പക്ഷെ നമ്മള് കലത്തിൽ മറ്റേ വേറെ വേറെ ഫ്രഷ് ആയിട്ട് വേറെ കിടക്കും. ഒന്നേ അരിച്ചെടുക്കട്ടെ കേട്ടോ. അരിച്ചു വെക്കാം. ഇതിങ്ങനെ അരിക്കുന്ന കല്ലൊക്കെ കളയാൻ വേണ്ടി. കല്ല് കളയാൻ വേണ്ടിട്ടാ. ഇതൊന്ന് തണുക്കട്ടെ കേട്ടോ. ഇത് ഒഴിച്ചിട്ടാ ഞാൻ അരി അരക്കണേ. ഇത് കൂട്ടിയാണോ അരി അരക്കണേ? അല്ലെങ്കിൽ പിന്നെ വെള്ളം കൂടി പോവില്ലേ? ശരിക്കും അരയൊന്നും വേണ്ട. ഇത് എന്നിട്ട് പിന്നെ അല്പം ഏലക്കായും ഇച്ചിരി ജീരകവും എല്ലാം കൂടെ കൂട്ടി അങ്ങ് അരയ്ക്കും. ഇതൊന്ന് തണുക്കട്ടെ കേട്ടോ. ക്യാരമൽ മിഠായി ഓർമ്മ വരുന്നു. ഏലക്കായും കൂടെ വേണം നമുക്ക്. ഈ ഏലക്കായ ഉണ്ടല്ലോ അവനെ പൊട്ടിച്ചതിൻ്റെ അരി മാത്രമായിട്ട് എടുക്കാം. അരി മാത്രം എടുത്ത് അരയ്ക്കാനെടുക്കാം. തൊണ്ടിടണ്ട. തൊണ്ടിനൊക്കെ ഒത്തിരി വിഷം അടിച്ചല്ലേ ഏലക്കായൊക്കെ ഉണ്ടാക്കണേ. മമ്മിയുടെ ആങ്ങളോട് കുറച്ച് ഏലക്ക വരാൻ പറയാമല്ലായിരുന്നോ? ഏലക്ക മുതലാളിയല്ലേ? എന്നാ പറഞ്ഞാലും ഏലക്കയ്ക്ക് നല്ല മരുന്നടിക്കാതെ കിട്ടത്തില്ല അല്ലേ? മരുന്നടിക്കാതെ കിട്ടില്ല. അപ്പൊ നമ്മൾ തൊണ്ട് ഉപയോഗിക്കരുത് ഒരിക്കലും. ഏലക്ക പൊടിച്ചു വെക്കുവാണെങ്കിൽ അതിന്റെ തൊണ്ട് ഉപയോഗിക്കരുത്. ഏലക്ക ഇങ്ങനെ ചതച്ചിട്ട് അതിന്റെ അരി മാത്രം എടുത്തിട്ട് പൊടിച്ചു വെക്കാവുള്ളൂ. തൊണ്ട് കളയണം. കാരണം ഒരുപാട് വിഷം അടിക്കുന്നുണ്ട്. അല്ലെ മമ്മിയെ കൊണ്ട് പണിയെടുപ്പിക്കാന്ന് പറയും. ദിവ്യ എല്ലാത്തിനും കൂടുന്നത് എൻ്റെ ഇവിടെ. അതെ അതെ അതെ. കേട്ടല്ലോ. ഇപ്പൊ ഈ സമയം കൊണ്ട് നമ്മുടെ മീൻകറി ആയിട്ടുണ്ട് കേട്ടോ. മമ്മിയുടെ സ്പെഷ്യൽ മീൻകറി. എങ്ങനെയുണ്ട്? ടേസ്റ്റി ആണോ? ടേസ്റ്റ് ചെയ്ത് നോക്ക്. ടേസ്റ്റി ആയിരിക്കുമല്ലോ, എനിക്കറിയാം. ഇപ്പത്തിന്റെ ബാക്കി പണി നോക്കിയാലോ? അത്തേക്ക് നമ്മുടെ ശർക്കരപ്പാനി ഒഴിക്കുക കേട്ടോ. ഫുള്ള് ഒഴിക്കുമോ? ഫുള്ള് നോക്കട്ടെ, അത് എന്തോരം വേണമെന്നുള്ളത് നോക്കിയിട്ട് അങ്ങ് ഒഴിക്കാം. ഇത്ര ഒഴിച്ച് നരച്ച് നോക്കാം. എന്നിട്ട് വേണമെങ്കിൽ എടുക്കാം. ഏലക്കായുടെ അരിയാ കേട്ടോ. ചേർത്തേക്കാം. ഇതിനകത്തുണ്ടല്ലോ ഞാൻ ഏലക്ക ചേർത്തു കേട്ടോ. ഇനി ഇച്ചിരി ജീരകവും കൂടെ ചേർത്തേക്കാം. ജീരകം ഞാൻ നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും ചേർത്തു. അരക്കട്ടെ കേട്ടോ. അരി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ നന്നായിട്ട് അരയൊന്നും വേണ്ട കേട്ടോ. ചെറിയൊരു തരങ്ങോട് കൂടി വേണം അരയ്ക്കാൻ. അത് ഏലക്കായും ഉണ്ട്. പിന്നെ എന്നാ ഏലക്കായും ചേർത്തു, അല്പം ജീരകവും ചേർത്തു, അരിയും കൂടെ അരച്ചു. ശർക്കരപ്പാനി ചേർത്ത് അരച്ചു. ഇനി അതിനകത്തേക്ക് കുറച്ച് റവ. കുറച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇങ്ങനെ ഒരു പിടുത്തം കൈ അത്രയും. ഇത് എക്സ്ട്രാ ഒരു തരങ്ങിന് വേണ്ടിയിട്ടായിരിക്കും അല്ലേ? ഇത്ര ചേർക്കുന്നുള്ളൂ കേട്ടോ. തരങ്ങ മീൻസ് ഒരു കടിക്കുമ്പോ ഒരു
ഒരു മയമൊക്കെ കിട്ടാനും വേണ്ടിയിട്ടാണ്. ഇതങ്ങ് അലുത്ത് പോകും, ഒരു മയം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ റവ ചേർത്തു. പിന്നെ ഒരു മയത്തിന് വേണ്ടിയിട്ട് ഒരു 2 സ്പൂൺ മൈദ. ഓക്കെ, 1 2 ഇത്രയും മതി കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇത് ഞാനിനി മിക്സിയിൽ അടിക്കണമൊന്നുമില്ല, കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ടേക്കാം. ഇവിടെ പ്രിയപ്പെട്ട കുഞ്ഞു ഭരണി. അതെ അല്ലേ, കുഞ്ഞു ഭരണി ഉപ്പിന് വേണ്ടിയിട്ട് മാത്രം മേടിച്ചാൽ മതി. കൈ കൊണ്ടേ ഇങ്ങനെയൊന്ന് മിക്സ് ചെയ്താൽ മതി, അരയ്ക്കുന്നൊന്നുമില്ല. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഒരു നുള്ളു സോഡാപ്പൊടി ചേർക്കാം. പെട്ടെന്ന് നല്ല സോഫ്റ്റായിട്ട് പെട്ടെന്ന് പൊങ്ങി വരണമെങ്കിൽ സോഡാപ്പൊടി ചേർത്തേക്കാം. എന്നാന്ന് വെച്ചാൽ നല്ല മയവും കിട്ടും, പിന്നെ പെട്ടെന്ന് അങ്ങ് ആയിക്കോളും ഇത്. ഓക്കെ, ഇത്രയും മതി കേട്ടോ, ഇത്ര ചേർക്കുന്നുള്ളത്. മമ്മിയുടെ ഉണ്ണിയപ്പം അടിപൊളിയാട്ടോ മമ്മി. നോക്കട്ടെ, നമുക്ക് നോക്കാം. ഇന്നത്തെ ഉണ്ണിയപ്പം ഫ്ലോപ്പ് ആവാണ്ടിരുന്നാൽ മതി. നമ്മളിങ്ങനെ പറഞ്ഞുണ്ടാക്കുമ്പോൾ എല്ലാം ഫ്ലോപ്പ് ആവാനുള്ള ചാൻസ് കൂടുതലല്ലേ? നോർമലി ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാ. കുഴപ്പമൊന്നുമില്ല, ആയിക്കോളും. ഇങ്ങനെ ഒന്ന് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യാം. ഒന്ന് മിക്സ് ചെയ്ത് ഇത്തിരിയും കൂടെ വെള്ളം ചേർക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ റവയൊക്കെ ചേർത്തുകൊണ്ട് ഇച്ചിരി അങ്ങ് കട്ടിയായി പോകും. ഇത് റവ അങ്ങോട്ട് അലുത്ത് വരുമ്പോഴത്തേനും കുറച്ചും കൂടെ കട്ടിക്കാവും. കുറച്ചും കൂടെ ലൂസാക്കി കലക്കി വെക്കാം. ആദ്യമേ മമ്മി അരച്ചപ്പോൾ പഴം ചേർക്കാൻ വിട്ടുപോയി അല്ലേ? അത് ഞാൻ മറന്നുപോയി കേട്ടോ. അപ്പൊ രണ്ടാമതൊന്നും കൂടെ ഒന്ന് പഴം, അപ്പൊ കുറച്ച് മാവ് എടുത്ത് അതിനകത്ത് പഴം കൂടെ ആടി നമ്മൾ അരച്ച് ചേർക്കാൻ പോവാ. എത്ര പഴം വേണം മമ്മി? ഒരു 2 പഴമൊക്കെ മതിയെന്നേ. പഴം ചേർത്താനുള്ള ഒരു സ്പെഷ്യാലിറ്റി എന്താ? പഴം ചേർക്കുമ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഉണ്ണിയപ്പൊക്കെ. ഇതിൻ്റെ ഒരു ചെറിയ പാളയംകുടം പഴമല്ലേ, ഏത് പഴം വേണേലും ചേർക്കാം കേട്ടോ. പാളയംകുടം തന്നെ വേണമെന്നൊന്നുമില്ല. എല്ലാം കൂടെ വന്നപ്പോൾ ധൃതിയിൽ വന്നപ്പോൾ അങ്ങ് മറന്നുപോയി. ഇങ്ങനെ നമ്മൾ പഴവും കൂടെ അരച്ച് ചേർത്തു. ഇനി ഒന്നും ചേർക്കാനില്ലല്ലോ? ഒന്നുമില്ല. ഇനി ഇത് പുളിക്കാൻ വെക്കുക. വെള്ളം ചേർക്കണോ? കുറച്ചുകൂടെ ലൂസാക്കണം. ഇച്ചിരി കൂടെ ലൂസാക്കാം. അപ്പോൾ ഞാൻ വെള്ളം ഒന്ന് ചൂടാക്കിയിട്ടുണ്ടേ. ഓക്കെ, ചൂടാക്കി ഒന്ന് തണുത്തിട്ട് ഒഴിച്ചാൽ മതി. തണുത്തോളം, പക്ഷേ പച്ചവെള്ളം അങ്ങനെ നേരിട്ട് ഒഴിക്കണില്ല. ഒരല്പം ചൂടുവെള്ളം കൂടെ ഒഴിക്കുക കേട്ടോ. ചൂടുവെള്ളം അല്ല, ശരിക്കും തണുത്തതാണ്. ചൂടാക്കിയിട്ടാ നേരിട്ട് പച്ചവെള്ളം ഒഴിക്കുകയല്ല. ഒന്ന് പയ്യെ ചൂടാക്കിയിട്ട് അതൊന്ന് തണുത്തിട്ട് അങ്ങ് ഒഴിക്കുവാണേ. മാവ് കുറച്ചുകൂടെ ലൂസാക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് കഴിയുമ്പോൾ പിന്നെ കുറുകി വരും അല്ലേ? അത് തന്നെ. അപ്പം 2 പഴവും ചേർത്തിട്ടുണ്ട്, പാളയംകുടം പഴവും ചേർത്തിട്ടുണ്ട്. ഏലക്കായും ജീരകവും ശർക്കരപ്പാനിയും കൂടെ ചേർത്ത് പച്ചരി അരച്ച് വെച്ചു. അപ്പോൾ പച്ചരി ഒരു 2-3 മണിക്കൂർ മുമ്പ് കുതിരാൻ വെച്ചതായിരുന്നു കേട്ടോ. ഞാൻ എണീറ്റപ്പോൾ തന്നെ കുതിരാൻ വെച്ചായിരുന്നു. അപ്പോൾ മമ്മിയുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട്. ഏകദേശം 2.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. കുറച്ച് തേങ്ങാക്കൊത്തും വറുത്തിട്ടോ അല്ലേ? തേങ്ങ കുത്തി നെയ്യിൽ വറുത്തിട്ടിട്ടുണ്ട് കേട്ടോ. മമ്മിയുടെ ഉണ്ണിയപ്പച്ചട്ടി കാണിച്ചേ, നമുക്ക് ചുടാൻ തുടങ്ങിയാലോ? യെസ്, നിറച്ചൊഴിക്കുന്നുണ്ടല്ലേ എണ്ണ. ഉണ്ണിയപ്പം ചുടാൻ തുടങ്ങാം കേട്ടോ. ഉണ്ണിയപ്പം എന്ന് പറയുമ്പോ തന്നെ ചെറുതായിരിക്കണമല്ലോ അല്ലേ? ശരിക്കും ഇത് തന്നെയല്ലേ നെയ്യപ്പത്തിനും ഉണ്ടാക്കാൻ എടുക്കുന്നേ? അതെന്നെ, ചെറുതുണ്ടാക്കിയാൽ മതി അമ്മി. അതാണ് ഒത്തിരി എണ്ണം തിന്നാലോ, മനോവിഷമം കൂടാതെ. ഒന്നാമത്തെ കാര്യം ഇത് ഉണ്ടാക്കിയാൽ നമ്മൾ തന്നെ മൊത്തം ഇരുന്ന് തിന്നും. കഴിഞ്ഞ പ്രാവശ്യം ഞാനും മമ്മിയുടെ ഉണ്ടാക്കിയ ഉണ്ണിയപ്പം മൊത്തം തിന്നല്ലേ? കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. കുറച്ചുണ്ടാക്കുന്നതല്ലേ അമ്മി നല്ലത്? ഒരുപാട് ഉണ്ടാക്കിയാൽ തണുത്ത് പോയി അങ്ങനെ തിന്നുന്നേക്കാളും നല്ലത്. ഇത് ഒത്തിരി ദിവസം ഒന്നും വെക്കാൻ കൊള്ളില്ല കേട്ടോ. ഒരു 3-4 ദിവസമേ പുറത്ത് വെക്കാൻ കൊള്ളുള്ളൂ. അല്ലെ പിന്നെ ഫ്രിഡ്ജിൽ വെക്കണം. ഇച്ചിരി കഴിഞ്ഞോട്ടെ. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആവശ്യമുള്ളപ്പോൾ എടുത്ത് പുറത്ത് വെച്ചിട്ട് തണുപ്പ് മാറി തിന്നുകയോ അല്ലെങ്കിൽ ഓവനിൽ വെച്ച് ചൂടാക്കി തിന്നുകയോ ചെയ്യാം. ഒരുപാട് സമയം എടുക്കുമോ? ഒത്തിരി സമയമൊന്നുമില്ല, ഇത് വെന്ത് കഴിഞ്ഞു. പെട്ടെന്നാവോ അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം ഞാനേ മൈദയ്ക്ക് വരെ ഇച്ചിരി കടലമാവാണ് ചേർത്തത്. അതുകൊണ്ട് കുറച്ച് കട്ടി കട്ടി കൂടുതലല്ല, ഭയങ്കരമായിട്ട് എണ്ണ കുടിച്ചു. ടേസ്റ്റൊക്കെ ഉണ്ട്, പക്ഷെ എണ്ണ ഭയങ്കരമായിട്ട് എണ്ണ കുടിച്ചു. എന്തെന്നൊക്കെ പറഞ്ഞാലും പലഹാരം മൈദ ചേർക്കുന്നതല്ലേ ടേസ്റ്റ്? ടേസ്റ്റ് ഒക്കെ ചിലർ ഗോതമ്പ് പൊടിക്കകത്തൊക്കെ ബോളി ഉണ്ടാക്കില്ലേ, പഴംപൊരി. പക്ഷെ മൈദയല്ലേ ടേസ്റ്റ്? മൈദ ടേസ്റ്റ്. ശർക്കര നല്ല കറുത്ത ഇരുണ്ട ശർക്കരയാണെങ്കിലേ, ഇത് വെള്ള ശർക്കര ആയിരുന്നു തോന്നുന്നു, അല്ലെങ്കിൽ നല്ല കറുത്ത ഇരിക്കുന്നു. ശർക്കരയൊക്കെയാണോ ഉദ്ദേശിച്ചേ? അതോ കരിപ്പെട്ടി വെച്ചുണ്ടാക്കാൻ പറ്റുമോ? കരിപ്പെട്ടി വെച്ചുണ്ടാക്കാം. മഴയാണോ? മഴയല്ല, മോട്ടർ അടിച്ച. റെഡി ആയി കഴിഞ്ഞു അല്ലേ? എന്ത് ക്യൂട്ടാണ് മമ്മിയുടെ ഉണ്ണിയപ്പം. ഉണ്ണിയപ്പം എക്സ്പേർട്ട് ആണ് കേട്ടോ മമ്മി. നമുക്കൊരു ഉണ്ണിയപ്പം ബിസിനസ് തുടങ്ങിയാലോ? തുടങ്ങാം. ചുമ്മാ ഉണ്ടാക്കുക, പാക്കറ്റിലാക്കുക, വിൽക്കുക. അത്ര എളുപ്പമുള്ള പണിയൊന്നും അല്ല മകളെ. സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഞാൻ ചെയ്തോളാം, മമ്മി ഉണ്ടാക്കിയാൽ മതി. കഷ്ടപ്പാടൊക്കെ ഉണ്ട് നന്നായിട്ട്. ഇതാണ്ടോ, എന്നെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കില്ല കേട്ടോ. ഞാൻ മമ്മിക്ക് ഇത് ഇഷ്ടമാണ്, അതുകൊണ്ട് മമ്മി ആർക്കും കൊടുക്കത്തില്ല അല്ലേ? ഒഴിക്കുന്ന പാത്രം മമ്മിക്ക് ഇഷ്ടമല്ലേ? എനിക്ക് ചില പണികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിള്ളേരൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയൊരു 4 മണി പലഹാരമാണ് ഉണ്ണിയപ്പം.
പിള്ളേർക്കും വലിയവർക്കും പിള്ളേർക്കും വലിയവർക്കും എല്ലാവർക്കും കഴിക്കാൻ കേട്ടോ. ഞാനൊക്കെ നന്നായിട്ട് കഴിക്കണ കൂട്ടത്തിലാണ്. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ അമ്മേ. അതെ അല്ലേ, ഉണ്ണിയപ്പം സ്പെഷ്യലിസ്റ്റ് ആണ്. ഓ പൊള്ളുന്നു, ചൂടൻ സൂപ്പർ ഉണ്ണിയപ്പമാണേ. ഇപ്പം എന്താണേലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. മസ്റ്റ് ട്രൈ ആണ് അല്ലേ അമ്മേ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈസിയാന്നേ, കാണുമ്പോൾ ഓർക്കും ഒത്തിരി വലിയ പണിയാന്നൊക്കെ ഓർക്കുമെങ്കിലും എളുപ്പമാണ്. എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമാണിത്. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ്. അതെ, അപ്പം എപ്പോൾ വേണേലും ഉണ്ടാക്കാം, കഴിക്കാം. അതെ, ഇതുപോലെ അടിപൊളി എപ്പിസോഡുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. ബൈ ബൈ.